നമസ്കാരം ഉണ്ട് കേട്ടോ, ജയനാണേ. അപ്പോൾ 2023 കേട്ടോ ഹാരിയറിൻ്റെ ഇലക്ട്രിക് വെർഷൻ അവർ അവതരിപ്പിച്ചത്. അതായത് ടാറ്റ അവതരിപ്പിച്ചത് ഓട്ടോ ഷോയിൽ കൊണ്ടുവന്ന് കാണിച്ച മോഡലായിരുന്നു കേട്ടോ ഈ കാണുന്ന ഇലക്ട്രിക് വെർഷൻ ആയിട്ടുള്ള ഹാരിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടെസ്റ്റിങ്ങും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹാരിയറിൻ്റെ EVയുടെ ടെസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്പൈഡ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എന്തായാലും സോഷ്യൽ മീഡിയ പറഞ്ഞു നടക്കുന്നത്. ഇത് കാർ ദേക്കോ എന്ന് പറയുന്ന അവരുടെ വെബ്സൈറ്റിൽ വന്ന സ്പൈഡ് ഇമേജാണ് ഇത് കാണുന്നത് കേട്ടോ. മൊത്തം കാമഫ്ലൈസ് ചെയ്താണ് വന്നിരിക്കുന്നതെങ്കിലും കണ്ടാൽ തന്നെ നമുക്കറിയാം ഹാരിയർ ആണെന്നുള്ള കാര്യം. എന്തായാലും ഹാരിയർ മാർച്ച് 2025 ഹാരിയറിൻ്റെ EV വരുമെന്നാണ് പറയുന്നത്. അതിലും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാരിയറിൻ്റെ EV വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4x4 വേർഷൻ ആയിട്ടാണ് കേട്ടോ വരുന്നത്. അതായത് റെയർ വീലും ഫ്രണ്ട് വീലും ഡ്രൈവ് ആയിട്ടുള്ള മോഡലായിട്ടാണ് വരുന്നത്. എന്തായാലും നോർമലായിട്ടുള്ള മോഡലല്ല വരുന്നത്. അപ്പോൾ എന്തായാലും ഒരു ഓഫ് റോഡ് കേപ്പബിലിറ്റി ഒക്കെ ഉണ്ടോ ഇലക്ട്രിക് വാഹനത്തിനെന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ എന്തായാലും വാഹനം വന്നതിന് ശേഷം അറിയാൻ പറ്റുള്ളൂ. എങ്കിലും വരാനിരിക്കുന്നത് എന്തായാലും ഒരു കിടിലൻ ഐറ്റം തന്നെയാണ്. ഇപ്പോൾ അതിൻ്റെ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ അടുത്ത് സ്പൈഡ് ഇമേജസ് വരുന്നുണ്ട്, കുറേ വീഡിയോസ് വരുന്നുണ്ട് സ്പൈഡായിട്ടുള്ള. എന്തായാലും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ 5 EVയുടെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, പുതിയ ആക്റ്റീവ് EV എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് ടാറ്റയുടെ ഇനി വരാനിരിക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങളെല്ലാം വരാൻ പോകുന്നതെന്ന് പറഞ്ഞിരുന്നു. ആ ഒരു ആർക്കിടെക്ചറിലാണ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ കാരണം അന്ന് നമ്മൾ ആ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പറഞ്ഞു, ആ പ്ലാറ്റ്ഫോമിലായിരിക്കും ഇനി വരുന്ന ഇലക്ട്രിക് വാഹനങ്ങളല്ല. കാരണം അത് കോമ്പാക്റ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ വലിയ വാഹനങ്ങളെല്ലാം ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് കേട്ടോ. ഈ കാണുന്ന ഈ ഫോട്ടോയിൽ കാണാൻ പറ്റും ക്ലിയർ ആയിട്ട് റെയറിലുള്ള മോട്ടോർ, നമുക്ക് ഇലക്ട്രിക് മോട്ടോർ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് റെയർ വീൽ ഡ്രൈവും കൂടെയുള്ള വാഹനമാണ് എന്തായാലും വരാൻ പോകുന്നത് കേട്ടോ. അതുപോലെ തന്നെ ലാൻഡ് റോവറിൻ്റെ പ്ലാറ്റ്ഫോം DNA ഉള്ള പ്ലാറ്റ്ഫോമിലാണ് പുതിയ ഹാരിയറും ഒക്കെ ബിൽഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിലും അങ്ങനെയുള്ള സ്ട്രെങ്തിൻ്റെ കാര്യത്തിലൊന്നും അതുകൊണ്ടും പേടിക്കാനൊന്നുമില്ല. ടാറ്റയുടെ സേഫ്റ്റിയുടെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. എന്തായാലും ഈ പറയുന്ന ഈ ആക്റ്റീവ് EV എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോം ഇലക്ട്രിക്കിന് വേണ്ടിയിട്ട് മാത്രം ടാറ്റ പുതിയതായിട്ട് നിർമ്മിച്ചാണ് കേട്ടോ. അതുപോലെ തന്നെ ഇൻറ്റീരിയറിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പുതിയ ലൈറ്റ് കളേഴ്സൊക്കെ ആയിട്ടായിരിക്കും ടാറ്റ വരാൻ പോകുന്നത്. നെക്സണിലും ഈ 5ൻ്റെ EVയിലൊക്കെ നമ്മൾ കണ്ടിരുന്നു, ഡിഫറൻ്റ് ആയിട്ടുള്ള കളറുകളായിട്ടായിരുന്നു വന്നിരുന്നത്. അതുപോലെ തന്നെ ഇത്തവണയും പുതിയ കളറുകളൊക്കെ ആയിട്ടായിരിക്കും വരാൻ പോകുന്നത്. അതുപോലെ തന്നെ V2V അതുപോലെ V2 ലോഡ് എന്ന് പറയുന്ന ആ ഒരു ഫെസിലിറ്റീസും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഇലക്ട്രിക്കിൽ ഉണ്ടാവാനാണ് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരു 450 to 500 കിലോമീറ്റർ റേഞ്ച് വരുന്ന ബാറ്ററി പാക്ക് ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ ബാറ്ററി പാക്ക് എന്ന് പറഞ്ഞാൽ 60 മുതൽ 70 kWh ബാറ്ററി ആയിരിക്കും വരാമെന്ന് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ റേഞ്ച് 450-500 കിലോമീറ്റർ റേഞ്ച് വരുന്നതും, അതുപോലെ റെയർ വീലും ഫ്രണ്ട് വീലും ഡ്രൈവ് ഉള്ള കാരണം അത്ര ഒരു ബാറ്ററി പാക്ക് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും കൂടുതൽ വിവരങ്ങൾ മാർച്ച് 2025 നമുക്ക് അറിയാൻ സാധിക്കും.